ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫീനിക്സ് കെയറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഗിഫ്റ്റ് ഐറ്റമാണ്. അപ്പോൾ ഗിഫ്റ്റ് ഐറ്റം കാണുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുതേ. അപ്പോൾ നമ്മുടെ ഗിഫ്റ്റ് ഐറ്റത്തിന് വേണ്ടി നമ്മൾ ആദ്യം ചെയ്യുന്നത് ഒരു ഒരു ഗണപതിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയുള്ളൊരു പിക്ചർ അല്ലെങ്കിൽ ഒരു ബോർഡർ ലൈന് അതിൻ്റേത് നമ്മൾ വരച്ചെടുക്കണം. അപ്പോൾ ആ ഒരു അളവിൽ വെച്ചാണ് ഞാൻ ഇത് സെറ്റാക്കി എടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എംസിയിലാണ് എടുത്തിരിക്കുന്നത്. മൗൾഡിറ്റ് എടുത്താൽ ഇത്രത്തോളം വലിപ്പം കിട്ടത്തില്ല, അതുകൊണ്ടാണ് എംസിയിൽ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യമേ നമ്മൾ കാലാണ് സെറ്റാക്കി കൊടുക്കുന്നത്. കാല് മടക്കിയാണല്ലോ ഇരിക്കാറ് സാധാരണ കാണാറുള്ള പിക്ചേഴ്സ് വെച്ചാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ കാല് മടങ്ങിയിരിക്കുമ്പോൾ ഉള്ള കാലിലെ ബോട്ടത്തിൻ്റെ ആ ഒരു ചുളിവും ഒക്കെ കത്തി വെച്ചൊന്ന് വെട്ടിട്ട് കൊടുത്തിട്ട് രണ്ട് കാലും സെപ്പറേറ്റ് ആക്കത്തക്ക രീതിയിൽ നടുക്കോട്ടൊന്ന് കയറ്റി കൊടുക്കുക. അതിനുശേഷം നമുക്ക് കാലിൻ്റെ പത്തി വേണം. അതിന് ഒരു കുഞ്ഞ് പത്തി രണ്ട് കാലിനുണ്ട് കേട്ടോ. രണ്ടാമത്തെ കാലിൻ്റേത് നമ്മൾ വയറ് വെച്ചതിന് ശേഷമേ വെക്കുന്നുള്ളൂ. വയറിന് മുകളിലായിട്ടാണല്ലോ രണ്ടാമത്തെ കാലിൻ്റെ പത്തി ഇരിക്കുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ ആദ്യമേ താഴെയുള്ള കാലിൻ്റെ പത്തി മാത്രമാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതൊന്ന് സെറ്റാക്കി അടിയിലൊന്നിങ്ങനെ ചൊവ്വയാക്കി കൊടുക്കണമെങ്കിൽ നമുക്ക് നേരെ അത് ഇരിക്കത്തുള്ളൂ. ഉണങ്ങി കഴിയുമ്പോൾ നമുക്ക് നേരെ വെക്കേണ്ടതാണ്, ഹാങ്ങിങ് അല്ല ഇത്. പിന്നെ അടുത്തത് നമ്മൾ വയറാണ് സെറ്റാക്കുന്നത്. കുറച്ച് വീർത്ത വയറാണല്ലോ നമ്മൾ കാണാറുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് വീർത്ത രീതിയിലുള്ള വയറൊന്ന് സെറ്റാക്കി നമുക്ക് എടുക്കണം. അതിങ്ങനെ ഒന്ന് വെച്ചിട്ട് നമുക്ക് ഫെവിക്കോളൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് ഒട്ടിച്ച് ശരിയാക്കി കൊടുക്കാം. അതൊന്ന് സെറ്റാക്കിയിട്ട് നമുക്ക് ഒന്ന് മിനുസപ്പെടുത്തി കൊടുക്കണം. അതിനുശേഷം നമുക്കിനി കൈ വെക്കാം. അതൊരു ട്യൂബ് കണക്കെ ആദ്യം എടുത്തിട്ട് ഒരു കൈ നമുക്കറിയാം കൈപ്പത്തി ഇങ്ങനെ നേരെ ഇരിക്കുന്നത്, മറ്റേതെന്ന് പറഞ്ഞാൽ കയ്യിൽ കൊഴുക്കട്ടയുമായിട്ട് ഇരിക്കുന്നതുമാണ്. അപ്പോൾ അത് കണക്കെയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. വലത് കൈയാണ് ഉയർന്നിരിക്കുന്നത്, ഇടത് കൈയിലാണ് ഞാൻ കൊഴുക്കട്ട ഇരിക്കുന്നതായിട്ട് വെക്കുന്നത്. അതപ്പോൾ കൈ അങ്ങനെ ഒന്ന് ആക്കിയെടുത്തു. ഇനി കൈപ്പത്തി നമ്മളാക്കിയിട്ടില്ല കേട്ടോ. കൈയുടെ ആ മുട്ടിൻ്റെ അവിടെ നിന്നുള്ള വളവ് വരെ മാത്രമേ നമ്മളാക്കി സെറ്റാക്കി എടുത്തിട്ടുള്ളൂ. ഇനി നമുക്കതിനൊരു രണ്ട് കൈക്കും കൂടെ രണ്ട് കൈപ്പത്തി നമുക്കൊന്ന് സെറ്റാക്കി എടുക്കാനായിട്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ഈ വെള്ളം പുരട്ടി ഈ കൈയും വയറും ആ ഒരു നെഞ്ചിൻ്റെ ഭാഗമൊക്കെ ഇല്ലേ, അതൊക്കെ ഒന്ന് ഒന്നിപ്പിച്ച് എടുക്കണം. അല്ലെങ്കിൽ നമ്മൾ ട്യൂബ് വേറെ സെപ്പറേറ്റ് ആയിട്ട് ഒട്ടിച്ചത് കൊണ്ട് രണ്ട് സംഭവങ്ങളായിട്ടായിരിക്കും കിടക്കുന്നത്. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി കൊടുത്തിട്ട് കൈപ്പത്തിക്ക് വേണ്ടി കുഞ്ഞൊരു വട്ടം കൊടുത്ത് നമ്മൾ അതിന് വെട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് വിരൽ കണക്കെയും അതേപോലെ കൈ ഉയർന്നിരിക്കുമ്പോൾ ഒരു ചുളിവ് വരുമല്ലോ, ഇങ്ങനെ ഒരു വെട്ട് പോലെ വരുമല്ലോ കൈയുടെ അവിടെ പത്തിയുടെ, അതൊക്കെ ചെയ്തൊന്ന് കൊടുക്കുക. അതിന് ശേഷം നമുക്കിനി തലയാണ് കൊടുക്കാനുള്ളത്. അപ്പം അതിന് മുമ്പായിട്ട് നമ്മളൊരു കമ്പി എടുത്ത് കഴുത്തിൻ്റെ അവിടോട്ടൊന്ന് ഫെവിക്കോൾ പുരട്ടി അതിനകത്തേക്ക് കയറ്റി വെക്കാം. തലയിലേക്ക് ബാക്കി ഭാഗം നമുക്കൊന്ന് കയറ്റി കൊടുക്കാം. വട്ടത്തിലാക്കിയിട്ട് ആ ഒരു വട്ടം നമ്മൾ വരച്ച വട്ടം കണക്കെ മാത്രമാണ് ഇതെടുത്തിരിക്കുന്നത്. അതിനുശേഷം നമുക്കിനിയും തുമ്പിക്കൈയാണ് കൊടുക്കുന്നത്. അതൊരു ട്യൂബ് കണക്കെ എടുത്ത് നമുക്കൊന്ന് ആവശ്യത്തിന് എത്രത്തോളം വേണമെന്ന് വെച്ചാൽ വലിപ്പം അനുസരിച്ച് കൊടുത്തിട്ട് വെള്ളം പുരട്ടി ഒന്ന് രണ്ടും കൂടെ യോജിപ്പിച്ച് നമുക്ക് കൊടുക്കാം. അപ്പോൾ അതിന് ശേഷം നമുക്ക് അതൊന്ന് വട്ടം വരച്ച കണക്കെ ആക്കിയിട്ട് കണ്ണിൻ്റെ ഭാഗം ഒന്ന് കുഴിച്ചു കൊടുക്കണം. എങ്കിൽ മാത്രമേ തുമ്പിക്കൈ എടുത്തൊന്ന് കാണത്തുള്ളൂ, ഉയർന്നിരിക്കത്തുള്ളൂ. പിന്നെ തുമ്പിക്കൈയുടെ അവിടെ സാധാരണ ഉള്ള പോലത്തെ വെട്ടൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് വരഞ്ഞ് ഇങ്ങനെ കൊടുത്തെങ്കിലേ തുമ്പിക്കയാണെന്ന് നമുക്കൊന്ന് എടുത്ത് കാണത്തുള്ളൂ. എംസിയിലായതുകൊണ്ട് ശരിക്കും നമുക്ക് മൊത്തത്തിൽ കാണാൻ പറ്റുന്നില്ലായിരിക്കും. പിന്നെ നമ്മൾ കൊമ്പാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പം ആനക്കൊമ്പ് എന്നുള്ള രീതി തന്നെയല്ലേ. അപ്പോൾ അങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ കഥ കേട്ടിട്ടുള്ള പോലെ ഒരു കൊമ്പ് ഒടിഞ്ഞതും ഒരു കൊമ്പ് നല്ലോണം ഉള്ളതുമായിട്ടാണ് ഒട്ടിച്ച് വെച്ച് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മളിനി ചെവി വരച്ച കണക്കെ തന്നെയാണ് ഡിസൈൻ ചെയ്യുന്നത്. ആ ഒരു രീതിയിൽ തന്നെ എടുത്ത് ഡിസൈൻ ചെയ്തിട്ട് നമുക്ക് അത് ഉള്ളിലേക്കൊരു കമ്പി വെച്ചിട്ട് ഫെവിക്കോള് പുരട്ടിയിട്ട് തല വെച്ച പോലെ തന്നെ നമുക്ക് ചെവിയും ഒന്ന് കയറ്റി വെച്ച് കൊടുക്കുക. കയറ്റി വെച്ച് കൊടുത്തിട്ട് നമുക്ക് പടത്തിലെ പോലെ തന്നെ ഒന്ന് പരത്തി ആ ഒരു ഷേപ്പ് കറക്റ്റ് ഒന്നാക്കി അളവൊക്കെ കറക്റ്റാക്കി നമുക്ക് എടുത്തിട്ട് ചെവിക്കുള്ളിലെ വെട്ടും ഒക്കെ നമുക്കൊന്ന് സെറ്റാക്കി എടുക്കണം.
അതൊന്ന് മിനുസപ്പെടുത്തി കൊടുക്കാം. അതിനുശേഷം അടുത്ത ചെവിയും ഇതേപടി തന്നെ നമുക്ക് കറക്റ്റ് സൈസൊക്കെ ആക്കിയിട്ട് എടുക്കാവുന്നതാണ്. അതിനും വെട്ടിയിട്ട് നമുക്ക് ആവശ്യത്തിന് കൊടുത്ത് ഈ ഒരു ചെവിയുടെ ഭാഗമൊക്കെ സെറ്റാക്കാം. അതിനുശേഷം നമ്മൾ പാത്രമാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ചെറിയ ചെറിയ ഉരുളകളാക്കി കോഴിക്കട്ട കിടക്കുന്ന കണക്കെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ തലക്കെട്ടാണ്, കിരീടമല്ല ഞാനിവിടെ വെക്കുന്നത്, തലക്കെട്ടാണ്. അപ്പോൾ അതിന് അങ്ങനെ ഒരു ട്യൂബ് ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ തലക്കെട്ട് കെട്ടുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരു വെട്ട് വരുമല്ലോ, ആ ചുളിവുള്ള ഭാഗങ്ങൾ അവിടെയൊക്കെ കത്തി വെച്ചൊന്ന് സെറ്റാക്കുകയാണ്. പിന്നെ ഇനി ഉള്ളിലായിട്ട് കുറേ ക്ലേ എല്ലാം MC കുറച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കെട്ടിൻ്റെ ബാക്കി ഭാഗം ഉണ്ടല്ലോ പുറത്തേക്കിരിക്കുന്നത്, ആ ഒരു ഭാഗം ആക്കാൻ വേണ്ടി കുറച്ചെടുത്തിട്ട് കുറച്ച് വെട്ട് കൊടുത്തിട്ട് നമ്മളവിടെ ഒന്ന് ഒട്ടിച്ച് സെറ്റാക്കി കൊടുക്കുകയാണ്. ഇതേപോലെ തന്നെ രണ്ടറ്റമാണല്ലോ ഒരു തുണിക്ക് കെട്ടുമ്പോൾ ഉള്ളത്, അതുകൊണ്ട് ഒരു കുഞ്ഞറ്റം കൂടെ നമ്മളവിടെ അതിൻ്റെയോടൊപ്പം തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഏകദേശം നമ്മുടെ സെറ്റായി. പിന്നെ തലയൊക്കെ കുറേ നേരം ഇരിക്കുമ്പോഴത്തേന് അങ്ങ് പരന്നു പോകും ലൂസായതുകൊണ്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് V ഷേപ്പിലാക്കി എടുക്കണം. അതിന് ശേഷം നമുക്ക് പൂണൂലാണ് ഇനിയും റെഡിയാക്കാനുള്ളത്. പൂണൂലപ്പം ചെറിയ ട്യൂബാക്കി ഒന്ന് അവിടെ ഒന്ന് വെച്ച് ഫിറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതിനുശേഷം കണ്ണിൻ്റെ ഭാഗം കുറച്ച് ഉയർന്നിരിക്കണം. അതിനുവേണ്ടി ഏറ്റവും കുഞ്ഞു രീതിയിലൊരു ട്യൂബാക്കി ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം, കണ്ണിൻ്റെ ആ ഭാഗം മാത്രം. എന്നിട്ട് വെള്ളം വെച്ചൊന്ന് തടവി സെപ്പറേറ്റ് അല്ലാതാക്കി എടുക്കണം. അപ്പോൾ അത് ആക്കി നമുക്ക് അങ്ങനെ എടുക്കുക. അതിന് ശേഷം നമുക്ക് ഒരു കാലിൻ്റെയും കൂടെ കൊടുക്കാനുണ്ടായിരുന്നു, ആ കാലിൻ്റെ പത്തിയും കൂടെ നമ്മൾ കൊടുത്തു. ഇനി നമുക്ക് പെയിൻറ്റ് ചെയ്യാനാണ് ഉള്ളത്. ഇതൊന്ന് ഉണങ്ങിയതിന് ശേഷം ആദ്യം ബോഡി കളറാണ് ബോഡിക്ക് കൊടുക്കുന്നത്. കൈയും കാൽപ്പത്തി, തല, ചെവി അങ്ങനെയുള്ള ഭാഗങ്ങളിലെല്ലാം നമ്മൾ ഈ ഒരു ബോഡി കളറാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് കൊടുത്തതിന് ശേഷം നമ്മൾ അടുത്തത് യെല്ലോ കളറാണ് ബോട്ടത്തിന് കൊടുക്കുന്നത്. അപ്പം ബോട്ടത്തിന് ഫുള്ള് ഈ ഒരു യെല്ലോ കണക്കെ കൊടുത്തിട്ട് അതിൻ്റെ വെട്ടുമൊക്കെ ഒന്ന് ഇടയ്ക്ക് കയറ്റി നല്ലവണ്ണം പെയിൻറ്റ് ചെയ്താൽ നമുക്കതൊന്ന് എടുത്ത് കാണാൻ തക്കവണ്ണം സാധിക്കും. ഇതിനെല്ലാത്തിനും ഞാൻ 2 കോട്ട് വെച്ചാണ് അടിച്ചിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ വൈറ്റ് എടുത്തിട്ട് നമുക്ക് പൂണൂലിന് വൈറ്റ് കൊടുക്കണം. അതേപോലെ തന്നെ നഖങ്ങൾക്കൊക്കെ, കാലിൻ്റെ നഖത്തിനൊക്കെ ഞാനിവിടെ വൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കണ്ണിനാണ് കൊടുക്കുന്നത്, പിന്നെ തുമ്പിക്കൈക്ക് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ പെയിൻറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഒടിഞ്ഞതും അല്ലാത്തതും ഉള്ളത് മനസ്സിലാകുന്നത്. പിന്നെ തലക്കെട്ടിന് ഞാൻ പച്ച നിറമാണ് കൊടുക്കുന്നത്. സംഭവം ഒരുവിധം സെറ്റായി വരുന്നുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുതേ. അപ്പോൾ അതിന് ശേഷം ഞാനൊരു റെഡ് കളർ എടുത്തിട്ട് ഒരു ബോർഡർ കണക്കെ ഇട്ടിരിക്കുന്ന തുണികളുടെ അല്ലെങ്കിൽ ഉപയോഗിച്ചിരിക്കുന്ന ആ തുണികളുടെ ബോർഡർ കണക്കെയാണ് റെഡ് കളർ വരയ്ക്കുന്നത്. അതിന് ശേഷം ഗോൾഡൻ കളറൂടെ റെഡിനോടൊപ്പം വരച്ചിട്ട് കോഴിക്കട്ട വെച്ചിരിക്കുന്ന പാത്രത്തിനും ഗോൾഡൻ കൊടുത്തു. പിന്നെ ഒരു മാല വെറുതെ ഒന്ന് വരച്ച് വെച്ചിട്ടുണ്ട്. വലിയ എടുത്ത് കാണിക്കലൊന്നും ഇല്ല മാലയും വളയും ഒന്നും, അതുകൊണ്ട് തന്നെ അതൊന്ന് ചെറുതായിട്ട് വരച്ചിട്ട് പിന്നെ നമ്മൾ കണ്ണും പിരികമാണ് വരച്ച് കൊടുക്കുന്നത്. നമ്മൾ ആദ്യം വെള്ള കൊടുത്തിരുന്ന മുകളിലായിട്ട് ഇത് കൊടുത്ത് ഏകദേശം എല്ലാം ഒന്ന് സെറ്റായി. അപ്പോൾ ഇനി നമുക്കുള്ളത് ഒരു പൊട്ട് സാധാരണ ഉണ്ടല്ലോ ഗോപി പോലെ ഇരിക്കുന്നത്, ചന്ദ്രക്കല പോലത്തെ, അതൊന്ന് തൊട്ട് കൊടുക്കുക. അപ്പോൾ അതൊക്കെ കൊടുത്ത് സെറ്റായിട്ട് ഇനി നമുക്ക് കോഴിക്കട്ടയ്ക്കും കളറ് വെള്ള കൊടുത്തിട്ട് പുറത്ത് ഞാൻ ഫുള്ള് ബ്ലാക്ക് അടിച്ചു. അതിന് ശേഷം നമ്മുടെ ഫിനിക്സ് കെയറിൻ്റെ ഒരു സ്റ്റിക്കർ എടുത്ത് ഒട്ടിച്ചു. അപ്പോൾ അത്രയും നമ്മുടെ സെറ്റായി. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സംഭവം പൊളിയല്ലേ? അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി ഞാൻ എത്തുന്നിടം വരെ ടാറ്റാ.